ആബിലെ ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ടോ? അതെ, അതിനിപ്പോ പ്രശ്നം? അല്ല ഒന്നുമില്ല, ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ആബില് ഡെയിലി സ്റ്റോറി ഇടും. നല്ലതല്ലേ? കാരണം എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആണ്, നമ്മുടെ ഫോളോവേഴ്സ് മനസ്സിലാവില്ലേ? അങ്ങനെയാണ് ആബില് വിചാരിക്കുന്നത്. അതെ, ഞാൻ വിചാരിക്കുന്നില്ല, അതൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതമാണ്. ഓക്കെ, അപ്പൊ ചില ഫോട്ടോസ് ഒക്കെ ചിലപ്പോൾ അല്ലാണ്ട് ഇവളെ പോലെ ആഴ്ചയിൽ ഒരു സ്റ്റോറി, മാസത്തിലൊരു സ്റ്റോറി കേട്ടിട്ട് എന്തിനാണ് അങ്ങനെ നോക്കി കണ്ടിട്ട് സ്റ്റോറി? അതിപ്പോ ഞാൻ അങ്ങനെ ഒന്നല്ല, എനിക്കൊരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സ്റ്റോറി ഇടാറുണ്ട്. ആ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന എന്തിനാറിയോ? അത് മറ്റേ ഒരു ഫിലിമില് എനിക്കിപ്പോ പറഞ്ഞപ്പോ കറക്റ്റ് ഓർമ്മ എന്താ പറയുക, ഒരു ഫിലിമില് സുരാജേട്ടൻ കോടതിയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി പറയും ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറയും. അപ്പോൾ വക്കീൽ, അതായത് ജഡ്ജി പറയും ഒബ്ജെക്ഷൻ ഓവർ അങ്ങനെ എന്തോ പറയുമല്ലോ, വേണ്ടാന്നുള്ള രീതിയിൽ ഇരിക്കാമോ. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ലേഡി ചോദിക്കും സുരാജേട്ടനോട്, ഇവിടെ ഇപ്പൊ എന്തിനാ ഒബ്ജെക്ഷൻ പറയുന്നത്? അപ്പൊ സുരാജേട്ടൻ പറയട്ടോ, ഒബ്ജെക്ഷൻ പറയേണ്ടത് കോടതിയിൽ അല്ലാണ്ട് ഇയാളുടെ വീട്ടിൽ. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി ഉള്ള ഓപ്ഷൻ കൊണ്ടുവന്നെന്താ, അതിലിടാൻ വേണ്ടിട്ടല്ലേ, അല്ലാതെ ഇടാതിരിക്കാനാണോ? അല്ല ഞാൻ പറയട്ടെ, അതായത് ചില ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ ഞാനൊക്കെ വിചാരിക്കാനാണ്, ചില സൈസ് ഭയങ്കര ചെറുതായിരിക്കുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയിരിക്കും. ഇല്ല എന്താ അല്ല, അപ്പൊ എനിക്കൊക്കെ ഉണ്ടാവില്ല ചില ഫോട്ടോസ് ഇപ്പൊ നമുക്ക് എടുക്കുന്ന സമയത്ത് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ വരുന്നൊന്നും. അപ്പൊ അങ്ങനെ നമ്മൾ ആ സ്റ്റോറി ഇടുന്ന സമയത്ത് അങ്ങനെ കാണുമ്പോ ഇതിഞ്ഞിപ്പോ ഇടാൻ പറ്റൂല, അല്ലെങ്കിൽ സൂം ചെയ്തിടുമ്പോ ചിലപ്പോ കുറച്ച് കട്ടാവും, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ വരില്ലേ. അപ്പൊ എന്തോ ഉണ്ടെന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ഇടുന്ന ഏതെങ്കിലും സ്റ്റോറി അങ്ങനെ കണ്ടിട്ടുണ്ട് സൈസ് കട്ടായി പോകുന്ന. Ford.ai എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞിട്ട് ഇമേജ് എക്സ്റ്റെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പോർട്രേറ്റിലേക്ക് മാറ്റാം, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിലുണ്ട്. നമുക്ക് വേണ്ട രൂപത്തിലേക്ക് അത് മാറ്റിയിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ആ ഒരു വെബ്സൈറ്റ് സൈൻ ഇൻ ചെയ്തിട്ട് വേണ്ട രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ളവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം. ഇപ്പൊ പിന്നെ സ്റ്റോറി ഇടാത്ത ആളാണ്. അപ്പൊ അതാണ് ഇന്നത്തെ കോണ്ടന്റ് അത്ര ഉള്ളൂ കേട്ടോ. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.